കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന സർവശക്തിയുള്ള ദൈവം, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം, ബലവാനായ ദൈവം, ആരംഭത്തിങ്കൽ തന്നെ സകലത്തിന്റെയും അവസാനം അറിയുന്ന ദൈവം, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ധൈര്യത്തോടെ പറയണം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ, ഇന്ന് പകലിലും ഒരു ഉറപ്പുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനും എന്ന് പൗലോസ് പറഞ്ഞ മർത്തപോലെ, ഈശാനമുന്ന കൊടുങ്കാറ്റടിച്ച് വെളിച്ചം കാണാതിരുന്ന ദിവസങ്ങൾ, ജീവനോടിരിക്കുമോ എന്ന് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസരങ്ങൾ സംജാതമായപ്പോ പൗലോസ് പറയാൻ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. സഹോദരങ്ങളെ, എല്ലാം അസ്തമിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഉടയവനുണ്ട്, നാം സേവിച്ചു വരുന്നവനുണ്ട്. അവിടെ നമ്മളോട് വ്യക്തമായി ഇടപെടും, അവിടുത്തെ ശബ്ദം കേൾപ്പിക്കും. പ്രാണന് ഹാനി വരത്തില്ലെന്നുള്ള ശക്തമായൊരു പ്രവചന ശബ്ദം പൗലോസിനെ കർത്താവ് കേൾപ്പിക്കുകയാണ്. അത് താൻ കൂടെയുള്ളവരോട് പറയുക. പ്രതീക്ഷ നഷ്ടപ്പെട്ട, ധൈര്യം ചോർന്നുപോയ ജനത്തോട് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനും പറഞ്ഞു, നമ്മൾ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. അപ്പൊ ഉടയവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ പറ, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ നടത്തുന്ന ഒരു ഇടയനുണ്ട്, എന്നെ നടത്തുന്ന ഉടയവനുണ്ട്. എന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത ഒരു ഇടയനെയാണ്, ഉടയവനെയുമാണ് ഞാൻ സേവിക്കുന്നത്. നല്ല ഇടയനാണ് അവിടുന്ന്. തന്റെ ആടുകളെ മേയ്ക്കേണ്ടതുപോലെ മേയ്ക്കുന്ന ശ്രേഷ്ഠനായ ഇടയൻ, ജീവൻ കൊടുക്കുന്ന ഇടയൻ. അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. വിലാപങ്ങൾ 3:56 എന്റെ നെടുവീർപ്പിനും എന്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. കുണ്ടറയുടെ അനുഭവങ്ങൾ നോക്കൂ. യഹോവേ, ആഴമുള്ള കുണ്ടറയിൽ അതിന്റെ നടുവിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, പുറത്തേക്കിറങ്ങാൻ കഴിയാതെ അടയ്ക്കപ്പെടുന്ന അവസ്ഥ, എല്ലാ മേഖലകളും ഒതുക്കപ്പെട്ടതുപോലെ, ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നാം കേട്ടത്. എന്നിട്ട് പറയുന്നു, എന്റെ നെടുവീർപ്പിനും. നമ്മൾ നെടുവീർപ്പിടുന്നതിന്റെ അർത്ഥം, അതിന്റെ ആഴം സഹോദരങ്ങളെ മറ്റാർക്കും അറിയത്തില്ല. ആ നെടുവീർപ്പിനും നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ, കർത്താവേ അങ്ങ് കേൾക്കാതിരിക്കരുതേ എന്നുള്ള ആ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയെന്നാ പറയുന്നത്. ഭയങ്കര ഉറപ്പല്ലേ? മിസ്രൈമിലായിരുന്ന എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ്
ആരും കേൾക്കാതിരുന്ന, ആരും അറിയാതിരുന്ന, ഞെരുങ്ങിപ്പോയ, തളർന്നുപോയ, ക്ഷീണിച്ചുപോയ, ശക്തി ചോർന്നുപോയ തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ യാചനയ്ക്ക് ഉത്തരമായി ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എന്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ. ഇവിടെ പറയുന്നു, നെടുവീർപ്പിനും നിലവിളിക്കും അഭയാചനയ്ക്കും ദീർഘമായ ശ്വാസത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ദൈവം അതിന് മറുപടി നൽകി. അടുത്ത ഭാഗം അതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടണ്ടായിരുന്നു. നെടുവീർപ്പെട്ട, വേദനിച്ച്, സങ്കടമുള്ളിലൊതുക്കി, കുണ്ടറയിലകപ്പെട്ടതുപോലെ പുറത്തു വരാൻ കഴിയാത്ത ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഒരു ഉത്തരം നമ്മൾ ശ്രേഷ്ഠകരമായതാ കണ്ടത്. അടുത്തു വരുന്നൊരു ദൈവം. സ്തോത്രം. കരാഗ്രഹത്തിന്റെ അടുത്തേക്കോ അകത്തേക്കോ ആർക്കും വരാൻ പറ്റില്ല. ഞാൻ അക്ഷരീകമല്ല പറയുന്നത്. എല്ലാ മേഖലകളും ഒതുക്കപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടണ്ട, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവാത്മാവ് വ്യക്തമായി ചിലരെ നോക്കി പറയുന്നു, നെടുവീർപ്പെട്ടതിനും നിലവിളിച്ചതിനും ഒരു ഉത്തരമുണ്ട്. അടുക്കലേക്ക് വരുന്നവന്റെ ശബ്ദം. ഭയപ്പെടണ്ട, ധൈര്യപ്പെടുവീനെന്ന് പറയുന്ന ശബ്ദം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ശ്രേഷ്ഠ ശബ്ദം. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ഇമ്പസ്വരം ചിലരെ തലോടുകയാണ്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് മാത്രമല്ല, എന്റെ വ്യവഹാരം നടത്തി എന്റെ ജീവനെ വീണ്ടെടുത്തിരിക്കും. ജീവനെതിരെ അവകാശം പറഞ്ഞ ചില ശക്തമായ വെല്ലുവിളികൾ, പ്രാണനെതിരെയുള്ള ഭീഷണികൾ, ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് വാദിക്കുന്ന ശക്തികൾ, അതിന്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നീതിയും ന്യായവും വ്യവഹാരവും നടത്തി നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ താങ്ങുന്ന ദൈവം, നമ്മെ കാക്കുന്ന ദൈവം, നമ്മെ ഉദ്ധരിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. വ്യവഹാരം നടത്തി വീണ്ടെടുക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുക. അടുത്തു വന്നിട്ട് പറയുന്നു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഞാൻ നിന്നെ താങ്ങാം. എന്റെ കരം നിന്നോട് കൂടെ ഇരിക്കാം. ഞാൻ നിന്നെ വിടുവിക്കാം. ആ ദൈവശബ്ദം ഇന്ന് മുഴങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. അടുത്ത് വന്ന് സംസാരിക്കുന്ന ദൈവം. പലരും അകലം വിടുമ്പോൾ, മാറിപ്പോകുമ്പോൾ, മറന്നു കളയുമ്പോൾ, കഷ്ടതയുടെ നടുവിൽ വ്യവഹാരം നടത്തി നമ്മെ വീണ്ടെടുത്ത് ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന്റെ കരം ഇന്ന് ഇതാ വെളിപ്പെടുക. ധൈര്യത്തോടെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകൂ. സകല നിരാശകളും മാറട്ടെ, വേദനകൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, സംഘർഷങ്ങൾ മാറട്ടെ. ദൈവപ്രവൃത്തി ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഒരുവൻ അടുത്ത് വന്നിട്ടുണ്ട്, ഒരുവൻ അടുത്ത് വന്നിട്ടുണ്ട്. സർവശക്തൻ അടുത്ത് വന്നിട്ടുണ്ട്. സൃഷ്ടിതാവ് അടുത്ത് വന്നിട്ടുണ്ട്. ജീവൻ നൽകുന്നവൻ അടുത്ത് വന്നിട്ടുണ്ട്. ജീവിപ്പിക്കുന്നവൻ അടുത്ത് വന്നിട്ടുണ്ട്. വിളിച്ചു വരുത്തുന്നവൻ അടുത്ത് വന്നിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സർവശക്തിയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും
സകലവിധ അധികാരം ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഭയപ്പെടുമ്പോൾ, ഞങ്ങൾ നെടുവീർപ്പെടുമ്പോൾ, ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ചെവി പൊത്തിക്കളയാത്ത ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, അടുത്തു വരുന്ന ദൈവം, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവം, ഞങ്ങളെ താങ്ങുന്ന ദൈവം, ഞങ്ങളുടെ വ്യവഹാരം നടത്തുന്ന ദൈവം, ഞങ്ങളുടെ ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുക്കുന്ന ദൈവം, ഞങ്ങളുടെ കരം ഇന്ന് പകൽ പ്രവർത്തിക്കുന്നതിന് സ്തോത്രം, ബലം കൽപ്പിക്കുന്നതിന് സ്തോത്രം, ഞങ്ങളുടെ ശക്തി വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. വലിയ വിടുതലങ്ങ് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ജീവനെ വീണ്ടെടുത്ത് വ്യവഹാരം നടത്തുന്ന സർവശക്തന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ